ജീവിതത്തിൽ ഓരോ ദിവസവും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ആയുഷ്കാലമായിട്ട് വേണമെങ്കിൽ നമുക്കൊരു ജീവിതത്തിലൊരു ദിവസത്തെ കാണാൻ പറ്റും. രാവിലെ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ പിറക്കുന്നു, രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ വീണ്ടും മരിച്ചു പോകുന്നു. അങ്ങനെ വീണ്ടും നമ്മൾ ജനിക്കുന്നു, വീണ്ടും മരിക്കുന്നു. അപ്പോൾ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഒരു ദിവസം നമ്മൾ മനോഹരമായി തുടങ്ങാൻ നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും നമ്മളൊരു ദിവസം ഓപ്പൺ ചെയ്യുമ്പം ആ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അനുയോജ്യമായിട്ടുള്ള ശക്തമായിട്ടുള്ളൊരു കീ വേണം. അത് ആത്മ അവബോധമാണ്, സെൽഫ് അവെയർനെസ് ആണ്. നമ്മൾ ആരാണ് എന്നുള്ളത് അറിയലാണ് ഓരോ ദിവസത്തെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മളുടെ ജീവിതത്തെ മറ്റുള്ളവർക്ക് മുമ്പിലും നമ്മുടെ ജീവിതത്തിന് മുമ്പിലും തുറന്നിടുന്ന മാസ്റ്റർ കീ എന്ന് പറയുന്നത്. ആ ഒരു അവബോധത്തോടെയാണ് നമ്മൾ പോവേണ്ടത്. നിങ്ങളെക്കുറിച്ചൊരു മനുഷ്യൻ തെറി പറഞ്ഞാലും, നിങ്ങൾക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാലും, നിങ്ങൾ ഇഷ്ടപ്പെട്ടതിനെ മറ്റൊരാൾ വിമർശിച്ചാലും അവിടെ അടിപതറാതെ നിലയുറപ്പിക്കണമെങ്കിൽ നിങ്ങൾ ഈ കീ ഭദ്രമായിട്ട് ഓപ്പൺ ചെയ്തിരിക്കണം. ഓരോ ദിവസവും നമ്മൾ ഈ ആത്മ അവബോധത്തിൻ്റെ കീ കൊണ്ട് നമ്മൾ ജീവിതത്തെ തുറന്ന് മുന്നോട്ട് പോവുക. പിന്നെ ഒരു ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ലേസി ആയിട്ടായിരിക്കും. ആരാണ് ഒരു ദിവസം വളരെ ഹാപ്പി ആയിട്ട് പിറന്നു വീഴുന്നത്? ലേസിനെസ് ഉണ്ടാവും. നാം രാത്രി ഉറങ്ങുമ്പോൾ നമ്മൾ മരിച്ചൊരവസ്ഥയിൽ കിടന്ന സമയത്ത് അതേ അവസ്ഥയിൽ തന്നെ കിടന്നോട്ടെ എന്ന് വിചാരിച്ച് നമുക്ക് ഉണരാൻ പതിയെ 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 നിങ്ങൾ തുടങ്ങാം. ധൃതി വേണ്ട. പതിയെ പതിയെ ഓരോ ദിവസം അതിൻ്റെ ഓരോ സക്സസ്സിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. നമ്മളൊരു കാര്യം പതിയെ പതിയെ നമ്മളിപ്പോൾ ഒരു മാരത്തോൺ ഓടുമ്പം ആദ്യം തന്നെ സ്പീഡിൽ ഓടൂല. ആദ്യം മെല്ലെ മെല്ലെ ഓടിയിട്ട് പിന്നെ സ്പീഡ് കൂട്ടി പിന്നെ അങ്ങനെ പോകുന്നൊരു സാഹചര്യമല്ല. അതേപോലെ പതിയെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ സുഹൃത്ത് വലയത്തെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. എപ്പോഴും നിങ്ങളെങ്ങനെ വിമർശിച്ചു കൊണ്ടിരിക്കുന്ന, എപ്പോഴും നോക്കിയാൽ നിങ്ങളെ പരിഹസിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങളെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഫ്രണ്ട്ഷിപ്പിലേക്കല്ല നിങ്ങൾ പോകേണ്ടത്. മറിച്ച് നിങ്ങൾക്ക് മാനസികമായിട്ടും നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടും നിങ്ങൾക്ക് സപ്പോർട്ട് നൽകുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് വലയത്തിലായിരിക്കണം നിങ്ങളുടെ ഓരോ ദിവസവും മുന്നോട്ട് പോകേണ്ടത്. സോഷ്യൽ മീഡിയയിലൊക്കെ സ്പെൻഡ് ചെയ്യുമ്പം നിങ്ങൾ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻറ്റും ഇല്ലാത്ത, എന്നാൽ വെറുതെ അവരുടെ പോസ്റ്റ് കൊണ്ടൊക്കെ നിങ്ങൾക്ക് ഒരുപാട് മാനസിക വിഷമങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആരാ പറഞ്ഞത് അവരെയൊക്കെ നിങ്ങൾ വെച്ച് പൊറപ്പിക്കണം? അവരൊക്കെ ബ്ലോക്കാക്കുക. നമ്മുടെ ജീവിതം, ഞാൻ പറഞ്ഞ ഓരോ ദിവസത്തെയും ജീവിതം ഇത്ര നൈമിഷം കൊണ്ട് തീർന്നു പോകും. അവസാനം ഈ ജീവനും മരണവും അതിനുള്ളിലെ ജീവിതവുമായിട്ട് അവസാനം നമ്മളൊരു പെർമനൻ്റ് മരണവും അങ്ങോട്ട് വരും. മനസ്സിലായില്ലേ? അതിനിടയിൽ കിട്ടുന്ന കുറച്ച് സമയമുള്ളത് ജീവിതത്തിൽ. ഇത്രയും ബേർഡനും പേറിയിട്ടൊന്നും ഇത്രയും ആൾക്കാരെയൊക്കെ തലയിലേറ്റി നടക്കേണ്ട ഒരു കാര്യവും നിങ്ങൾക്കില്ല. പിന്നെ ഒരു ദിവസത്തെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഒരു മാസ്റ്റർ പീസ് ക്രിയേഷനാണ്. ഓരോ ദിവസത്തിനും വ്യക്തമായ പ്ലാനിങ്ങും പദ്ധതിയും തയ്യാറാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആ ദിവസത്തെ ഒരു നല്ലൊരു കലാരൂപമായിട്ട്, ഒരു ക്രാഫ്റ്റായിട്ട് കൊണ്ട് മാനുഫാക്ചർ ചെയ്തെടുക്കുക. ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവരോട് നല്ല രീതിയിൽ പെരുമാറുക, അവർക്ക് നല്ല നല്ല ആശീർവാദങ്ങൾ നൽകുക, മറ്റുള്ളവരെ അഭിനന്ദിക്കുക, പ്രോത്സാഹിപ്പിക്കുക, അർത്ഥവത്തായിട്ടുള്ള ജീവിത മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. നമ്മളോട് ഇടപഴകുന്ന മനുഷ്യർക്കൊക്കെ നമുക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ മാത്രം സമ്മാനിച്ച് മുന്നോട്ട് പോവുക. അങ്ങനെ ഒരു നല്ലൊരു കലാരൂപമായിട്ട്, ഒരു കലാസൃഷ്ടിയായിട്ട്, ഒരു സിനിമ പോലെ അല്ലെങ്കിൽ നല്ലൊരു നാടകമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ നല്ല രീതിയിൽ നിങ്ങളൊരു ദിവസത്തെ ഇങ്ങനെ മാനുഫാക്ചർ ചെയ്യണം. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ വലിയ വലിയ സംതൃപ്തിയും വലിയ സന്തോഷങ്ങളും നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. മനസ്സിലായില്ലേ? ഒരു നല്ലൊരു അനുഭവമായിരിക്കണം. നമ്മളോടൊക്കെ ഒരാളിങ്ങോട്ട് ഇടപഴകി കഴിഞ്ഞാൽ, അവരങ്ങോട്ട് തിരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മളോട് കൂടി ആ സമയം അവർക്ക് പ്രചോദനം നൽകിയതും സന്തോഷം നൽകിയതും മോട്ടിവേഷൻ നൽകിയതുമായി മാറണം. അല്ലാതെ അവരോട് കണ്ട രാഷ്ട്രീയവും അവരുടെ മതത്തിൻ്റെ കാര്യങ്ങളും മറ്റേതൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്ത് ആകെ കുളമായി അല്ലെങ്കിൽ അലമ്പാക്കുന്ന ഒരു സാഹചര്യം അല്ല ഉണ്ടാവേണ്ടത്. അങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഒരു മാസ്റ്റർ പീസ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓരോ ദിവസത്തെയും ജീവിതം നിങ്ങളോരോ കലാസൃഷ്ടിയായിട്ട് ഇങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുമ്പം അവസാനം നിങ്ങളുടെ ജീവിതം അങ്ങോട്ട് അവസാനിക്കുമ്പം ഇതുപോലൊരു മാസ്റ്റർ പീസ് കളക്ഷനുകളുടെ ഒരു വലിയൊരു കൂമ്പാരമായിരിക്കും ഉണ്ടാവുക.
നമ്മൾ പല സിനിമാ നടന്മാരൊക്കെ പറയാറുണ്ടല്ലോ, ഈ വർഷം ഇത്രയേറെ ഹിറ്റുകളുണ്ട്. അതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്രാഫ്റ്റ് ചെയ്തെടുക്കേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആരാണെന്നുള്ളതും നിങ്ങളുടെ പോരായ്മകളും നിങ്ങളുടെ ഗുണങ്ങളും എന്താണെന്ന് നിങ്ങൾക്കല്ലാതെ ആർക്കറിയാം? അതുകൊണ്ട് ഓരോ ദിവസത്തെയും ജീവിതത്തിൽ നിങ്ങൾ 2 ചോദ്യങ്ങൾ ചോദിക്കണം. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലതായി എന്താണുള്ളത്, ഇനിയും എൻ്റെ ജീവിതത്തിൽ എന്താണ് ചെയ്യാനുള്ളത്? ഈ 2 ചോദ്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും ഇത് നമ്മളെ മാത്രം ജീവിതമല്ല, നമ്മളെ ചുറ്റുപാടുള്ളവരും നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയും എന്തെങ്കിലുമൊക്കെ ചെയ്യാതെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകില്ല. അപ്പം ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും എന്തൊക്കെ നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മളൊന്ന് ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ കാണുന്ന ലോകം എന്ന് പറയുന്നത് പുറത്തുള്ള യാഥാർത്ഥ്യം നോക്കിയിട്ടല്ല, നമ്മളെ തലച്ചോറ് നമ്മളുണ്ടാക്കിയ ലോകത്തെ നമ്മൾ പുറത്ത് കാണുന്നത്. അപ്പം ഈ പുറത്തെ ലോകത്തെ എങ്ങനെ കാണണം എന്നുള്ളതിൻ്റെ നല്ലൊരു ചിത്രം നമ്മൾ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കണം. മനസ്സിലായില്ലേ? ഇവിടെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അത് ഇതെന്ന് പറഞ്ഞുകൊണ്ട് ഭീകരമായി കാണാതെ എനിക്ക് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, സാധ്യതകൾ നിറഞ്ഞ ലോകമാണിതെന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക. അപ്പം നമ്മൾ ലോകത്ത് നമ്മളോടൊരു പ്രശ്നം, ഈ പ്രശ്നത്തെ മറ്റൊരു രീതിയിൽ നമുക്കൊന്ന് നോക്കിക്കാണാം. നിങ്ങൾ ഭീകരമെന്ന് വിചാരിക്കുന്ന ഒരു പ്രശ്നം ഒന്ന് നിങ്ങൾ നോക്കാം. നിങ്ങൾക്കിപ്പോൾ നാട്ടിലെ ഒരു പൊളിറ്റിക്കൽ സാഹചര്യത്തെ ഭീകരമായിട്ട് തോന്നുകയാണ്. എന്താണ് നിങ്ങളെ അലട്ടുന്നത് എന്നുള്ളത് ഞാൻ എക്സാമ്പിൾ പറയാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മളൊക്കെ അപ്പോൾ അതിലാണല്ലോ. അതിനെക്കുറിച്ച് ഒരു 50 വാക്ക് നിങ്ങൾ അവിടെ എഴുതി വെക്കുക. 50 വാക്കിലുള്ള ഒരു കഥ രൂപത്തിലൊരു സംഭവം അവിടെ എഴുതി വെക്കുക. അപ്പം നിങ്ങൾ അലട്ടുന്ന ഒരു പ്രശ്നത്തെ നമ്മൾ മറ്റൊരു രീതിയിൽ നോക്കിക്കാണാൻ പോവുക. നിങ്ങൾ അലട്ടുന്ന ഒരു പ്രശ്നം നിങ്ങൾ ഒരു പേനയും പേപ്പറും എടുത്തിട്ട് അവിടെ എഴുതി വെക്കുക. നിങ്ങളിങ്ങനെ വലിയ ഭീകരമായിട്ട് കാണുന്നൊരു പ്രശ്നമാണ്. ഇപ്പം നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ളൊരു പ്രശ്നം നിങ്ങളെ വല്ലാണ്ട് അലട്ടുക, നിങ്ങളവിടെ എഴുതി വെച്ചു. എന്നിട്ട് നിങ്ങളൊരു ഫ്രണ്ടിനോട് പറയുന്നു. എന്നിട്ട് നിങ്ങൾ അലട്ടുന്ന പ്രശ്നത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു വലിയ പേപ്പർ എടുത്തിട്ട് അതിനെക്കുറിച്ചൊരു കാർട്ടൂൺ രൂപത്തിലൊരു ചിത്രം വരയ്ക്കാം. എന്നിട്ട് നിങ്ങൾ അലട്ടുന്ന ഒരു 10 സെൻറ്റൻസുകൾ, ആ പ്രശ്നത്തെ നിങ്ങൾ അലട്ടുന്ന 10 സെൻറ്റൻസുകൾ നിങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ ആ പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ വേറെ രീതിയിൽ കാണുക, ഒരു ജോക്ക് പറയാം. എന്നിട്ട് ആ പ്രശ്നത്തെക്കുറിച്ചൊന്ന് പാടുക. എന്നിട്ട് ആ ഒരു പ്രശ്നത്തെക്കുറിച്ച് നമ്മളൊന്ന് ഡാൻസ് ചെയ്യുക. ഇപ്പം എന്ത് പ്രശ്നം എനിക്ക് പറയാനുള്ളത് കിട്ടുന്നില്ല, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഇപ്പം ഞാനിപ്പോൾ ഒരു രാമുവാണെന്ന് വിചാരിക്കാം. രാമുവിന് സ്വന്തം ഒരു രാമു എന്ന ഞാൻ ഒരു മുതലാളിയുടെ വീട്ടിൽ സ്ഥിരം കൊത്താൻ പോകുന്ന ആളാണ്. ഈ മുതലാളിയാണെങ്കിൽ എപ്പോഴും എന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിച്ചുകൊണ്ടിരിക്കും. കൂലിയാണെങ്കിൽ തരികയില്ല, എന്ത് ജോലി പറഞ്ഞാലും കുറ്റമായിരിക്കും. ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ സുഹൃത്തിനെ വിളിച്ചിട്ട്, എടാ ദോമു, എനിക്ക് ഇങ്ങനെ ഒരു മുതലാളി ഉണ്ടടാ, ഒരു രക്ഷയില്ലടാ മനുഷ്യനെക്കുറിച്ച്. അയാളുടെ അടുത്തേക്ക് പോകാമെന്ന് പറയുമ്പം തന്നെ എനിക്ക് പേടിയാണ്, ഒരു രക്ഷയില്ല, അപ്പം ചെയ്യാം. എന്നിട്ട് പ്രശ്നങ്ങൾ മുഴുവനും എഴുതുക, അവിടെ എഴുതി വെക്കുക. എൻ്റെ മുതലാളി ഞാൻ കൊത്താൻ പോകുന്ന സമയത്ത് എന്നെ ഒരുപാട് ശകാരിക്കുന്നു, എനിക്ക് ശമ്പളം തരുന്നില്ല. ഞാൻ നേരത്തെ എത്തിക്കഴിഞ്ഞാലും നീ വൈകിയാണല്ലോ എത്തിയത് എന്ന് പറയുന്നു. എന്നെക്കുറിച്ച് വളരെ മോശം കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുന്നു. അങ്ങനെ 10ഓളം കാര്യങ്ങൾ എഴുതി വെക്കുന്നു. എന്നിട്ട് അതൊരു പാട്ടായിട്ട്, എൻ്റെ മുതലാളി എന്നെ ഇങ്ങനെ അലട്ടുന്നു, ഞാൻ രാവിലെ ചെല്ലുമ്പോൾ എന്നെ തെറി വിളിക്കുന്നു, രാമു രാമു പോയി കൊത്തടാ എന്ന് അയാളത് പറയുന്നു, ഭീകരനായ അയാൾ എൻ്റെ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ ഞാനതാ ചിരിക്കുന്നു. ഓക്കെ, പാടുകയും ചെയ്തു, ഡാൻസ് ഒരുമിച്ച് ചെയ്തല്ലോ. ഇതുപോലെ എന്തൊരു സാഹചര്യത്തെയും നമുക്ക് എന്താക്കാൻ പറ്റും, മറ്റൊരു രീതിയിലൂടെ നമുക്ക് കാണാൻ പറ്റും. ആ കാണാൻ പറ്റുന്ന ആ ഒരു അവസ്ഥയെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ തലച്ചോറിലൊരു ഡീഫോൾട്ടാക്കി വെക്കുക. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചിന്തിക്കുക, എന്താണ് നിങ്ങൾക്ക് പ്രശ്നം? ദാമ്പത്യ ജീവിതത്തിലാണോ പ്രശ്നം? നിങ്ങളുടെ സ്റ്റോറി എഴുതി വെക്ക്. എന്നിട്ട് അതിൻ്റെ പോയിൻറ്റ്സ് എഴുത്. ഇനി ആരോടും വിളിച്ച് പറയാൻ പറ്റുന്നില്ലെങ്കിൽ കഴിഞ്ഞ് അതിനെക്കുറിച്ച് കവിത ഉണ്ടാക്കുക, ഡാൻസ് ചെയ്യും. ഓക്കെ, സാമൂഹിക പ്രശ്നങ്ങളാണോ നിങ്ങൾ അലട്ടുന്നത്, എഴുതി വെക്ക്. അൾട്ടിമേറ്റ്ലി നമ്മളെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ലോകത്ത് സംഭവിക്കുന്നതല്ല പ്രശ്നം, നമ്മുടെ തലയിൽ സംഭവിക്കുന്നതാണ് നമുക്ക് പ്രശ്നം. അത് മാറ്റണമെങ്കിൽ അങ്ങനെ മറ്റൊരു രീതിയിൽ കാര്യങ്ങളെ നോക്കിക്കണ്ടാലേ നമുക്ക് സാധ്യമാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഓരോ ദിവസവും ഏറ്റവും പ്ലഷറബിളായിട്ടുള്ളൊരു ദിവസം സൃഷ്ടിക്കാൻ
ഞാൻ ഈ പറഞ്ഞ പോയിന്റുകൾ നിങ്ങളെ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളത് പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. മനസ്സിലായില്ലേ?